ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതൊരു വെറൈറ്റി വേർഷനാണ് ട്ടോ. നല്ല നല്ലൊരു ചീസി ആയിട്ടല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇതിൽ നമ്മളൊരു നോൺ വെജ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ബ്രെഡിൽ ടോസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നല്ല ബ്രെഡ് ടോസ്റ്റ് സാധാരണ നമ്മൾ ബട്ടറും എന്തെങ്കിലും മുട്ടയിലൊക്കെ ആണെങ്കിലും മിക്സ് ചെയ്തല്ലേ എടുക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ട് ഒരു നോൺ വെജാണ്. ഞാൻ എടുത്തേക്കുന്നത് ബീഫാണ്. ബീഫ് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് പുഴുങ്ങി വേവിച്ചെടുത്തതാണ്. അത് വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞേച്ച് ഞാൻ അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേസ്റ്റ് ആവണ്ട. ദേ ഈ ഒരു പരുവം പോലെ അരച്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രെഡ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് കേട്ടോ. ഈ ക്യാപ്സിക്കം കണ്ടോ, റെഡ് കളറിൽ കാണാൻ എന്ത് ഭംഗിയല്ലേ, പ്ലാസ്റ്റിക് പോലെ ഉണ്ട് ശരിക്കും. നല്ല ഭംഗിയല്ലേ, ഞാൻ ഇതിൻ്റെ കളർ കണ്ടിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് മതി, ഇത് ഫുള്ളായിട്ട് ഇടണ്ട. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കട്ട് ചെയ്ത് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയതായിട്ട് അരിഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ വലിയ കഷ്ണമായിട്ട് അരിയുമ്പോഴത്തേക്കും ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്കും അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് അവിടെ ഇരിക്കത്തില്ല. അതുകൊണ്ട് കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഇത്രയും കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അരച്ചെടുത്ത ബീഫ് ഉണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവോളയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. കുഞ്ഞായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞത്, എല്ലാം ഇങ്ങനെ ചെറുതാക്കി അരിയുന്നത് അത് ബ്രെഡിലൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത്, അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി പൗഡർ, ശകലം മതിയാവും. ഇനി നമുക്ക് ഒറിഗാനോ ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ടോസ്റ്റിന്. അപ്പോൾ ഒറിഗാനോ നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റിന് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഈ ഒരു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ ബ്രെഡിൽ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. പക്ഷേ എനിക്കത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതാദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു നോൺ വെജ് ഇങ്ങനെ ടോസ്റ്റായിട്ട് കഴിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ബ്രെഡും ബട്ടറും അല്ലെങ്കിൽ മുട്ടയും അങ്ങനെയൊക്കെയുള്ള സംഭവമല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് ഭയങ്കര ഫില്ലാവും കേട്ടോ, നന്നായിട്ട് വയറ് നിറയും. ഇതിൻ്റെ ഒരു 2 പീസ് ബ്രെഡ് കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും കൂടെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് അതവിടെ പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബ്രെഡിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫില്ലിങ്ങാണ്. നമുക്ക് വയറാണെങ്കിലും നന്നായിട്ട് നിറയും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. ഇപ്പം ഞാൻ ബീഫ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബീഫ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ചിക്കൻ കിട്ടുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ. അപ്പം ഞാൻ ബീഫിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ചിക്കനും അതിൻ്റേതായ വേറൊരു ടേസ്റ്റും ഉണ്ട്. ഞാൻ ബീഫാണ് ആഡ് ചെയ്തത്. എനിക്ക് ബീഫാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാനും ബീഫ് ആഡ് ചെയ്ത് കൊടുത്തേ. നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനം ചിക്കനല്ലേ. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ വറുത്തെടുക്കുമ്പം പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് വിട്ടു പോകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെ പോകത്തില്ല. മുട്ടയും കൂടി ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ട് അതിൽ പിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ടോസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റിലൂടെ പറയണം കേട്ടോ. നല്ല ബീഫിന് പകരം ചിക്കൻ യൂസ് ചെയ്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല ഈ റമദാനൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ